താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിങ്ങളെ അപമാനിച്ചോടിച്ചവരെ നിങ്ങളുടെ പിന്നാലെ വരുത്തുമാറാക്കുന്ന ദൈവം. അയ്യോ, ദൈവത്തിന് മതിയായില്ലേ എന്നാണോ? പേടിക്കണ്ട. പിന്നെയും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അപമാനിക്കുവാനും നിന്ദിക്കുവാനും ഉപദ്രവിക്കുവാനുമല്ല, മറിച്ച് അവർ അപമാനമായി നിന്ദയായി മാറാതിരിക്കുവാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുത്തുന്നൊരു ദൈവം. ഓർക്കാൻ പോലും വയ്യല്ലേ? നിന്ദിക്കപ്പെട്ട് അപമാനിതരായി തലകുനിച്ചോടി ഒളിച്ച ആ നാളുകൾ മറക്കുവാൻ ശ്രമിക്കും തോറും ഉറക്കത്തെ നഷ്ടപ്പെടുത്തി രാത്രികളിൽ ആ ഓർമ്മ കയറി വരും അല്ലേ? അറിയാതെ ചോദിച്ചു പോയിട്ടില്ലേ, കർത്താവേ, എന്നെ നിന്ദിച്ചവർ, എന്നെ അപമാനിച്ചവർ, എന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിച്ചവർ അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിലൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ അത്രമാത്രം കൊള്ളരുതാത്തവനാണോ? ചോദിച്ചിട്ടില്ലേ സഹോദര സഹോദരി? ഉത്തരമുണ്ട്. അതേ, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. നിന്റെ ജീവിതത്തെ മാറ്റുന്ന, ഇന്ന് വരെ നീ ആയിരുന്ന നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ആ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലൊന്നായിരിക്കുവാൻ, അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, അതേ, ഈ സമയം എന്നെ കേൾക്കുന്ന ചിലരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് വരെ നീ ആയിരുന്നത് പോലെയല്ല കർത്താവ് നിന്നെ മാറ്റുക. ആ ജോലി സ്ഥലത്ത് നീ മാറുവാൻ തക്കവണ്ണം, സ്തോത്രം, നിന്ദിതനായി അപമാനിതനായി തലകുനിക്കുന്ന ആ നീ മാറുവാൻ തക്കവണ്ണം നിന്റെ സാഹചര്യങ്ങളെ കർത്താവ് മാറുകയാണ്. ചില സാഹചര്യങ്ങളാണ്, നീ ആയിരിക്കുന്ന ചില അവസ്ഥകളാണ് നീ നിന്ദയ്ക്ക് കാരണമായി മാറുന്നത്, നീ അപമാനിക്കപ്പെടുവാനും തലകുനിക്കുവാനും ഇടയായിത്തീരുന്നത്. അതേ, ആ സാഹചര്യങ്ങളെ, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ എൻ്റെ കർത്താവ് മാറ്റുക. ചില ഇല്ലായ്മകളെ, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതേ സഹോദര, ചില ഇല്ലായ്മകളെ കർത്താവ് പരിഹരിക്കുക. ഒരുപക്ഷെ അത് നിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ചിലരില്ലാത്തതായിരിക്കാം. ആ ജോലി സ്ഥലത്ത് തന്നെ അല്ലേ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈസിയാ അവിടെ ജോലി കിട്ടും. കാരണം നിന്നെക്കാൾ ഗതികെട്ടവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നീ ബെറ്ററാ. എന്നിട്ടും ചിലർ നിനക്ക് വേണ്ടി സംസാരിക്കുവാനില്ലാത്തത് കൊണ്ട്, നിന്നെ പുഷ് ചെയ്യുവാനില്ലാത്തത് കൊണ്ട് നിനക്കവിടെ എത്തിപ്പെടുവാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നീ ശ്രമിക്കും തോറും നിന്നെ അനുഭവിക്കുക. സ്തോത്രം. ആ പ്രൊമോഷന് വേണ്ടി ശ്രമിക്കും തോറും അവിടെ സ്ഥിര ജോലിക്കായി, യേശുവിൻ നാമത്തിൽ, അവിടെ സ്ഥിര ജോലിക്കായി ശ്രമിക്കും തോറും സഹോദര സഹോദരി, നീ നിന്ദിക്കപ്പെടുക. അതെ, നിന്ദിക്കപ്പെടുവാനുള്ള ആ സാഹചര്യം മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞ്, ആയിരിക്കുന്ന സ്ഥാനത്ത് മടി കൂടാതെ ഒരു ആമേൻ പറഞ്ഞ്. സഹോദരി, ഒരു ഭാര്യ എന്ന നിലയിൽ നീ നിന്ദിക്കപ്പെടുവാനും നീ അപമാനിക്കപ്പെടുവാനും തലകുനിക്കുവാനുമുള്ള ചില സാഹചര്യങ്ങളെ കർത്താവ് മാറുക. സാഹചര്യം നിനക്ക് അനുകൂലമല്ല, അതേ, സാഹചര്യം നിനക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട്, നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിനക്കൊപ്പമുള്ളവർക്ക് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിനക്ക് ചിലത് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് നിന്നെ അനുഭവിക്കുക, ചോദ്യം ചെയ്യപ്പെടുക. യേശുവിൻ നാമത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സഹോദരി, ഭവനത്തിനകത്ത് നീ ചോദ്യം ചെയ്യപ്പെടുക. അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ മാറുക. അതേ, നിന്റെ നിന്ദയും അപമാനവും മാറുവാൻ തക്കവണ്ണം ചോദ്യം ചെയ്യപ്പെടുവാനുള്ള, നിന്ദിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുക. സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടുവാൻ ഇടയായ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. തലകുനിഞ്ഞായിരിക്കുക. പുറത്തു പറയുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ 100 നാവാണ്, എന്നാൽ ഭാര്യ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ചില പോരായ്മകളുണ്ട്, ചില പരിമിതികൾ. അതെ, ചില പോരായ്മകളോടെ എന്നെ കേൾക്കുന്ന ചിലർ, അതെ, ആ പോരായ്മകളെ പരിഹരിച്ച് നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. ഇനി നീ അവിടെ തലകുനിഞ്ഞ് നിൽക്കുവാൻ, നിന്റെ ഭാര്യയുടെ മുമ്പിൽ, നിന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ, നിന്റെ ബന്ധുക്കൾക്ക് മുമ്പിൽ, നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. സാഹചര്യങ്ങളെ മാറ്റുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ സാഹചര്യങ്ങളെ മാറ്റുക. അവർക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാതെ നശിക്കാൻ വേണ്ടിയാണോ അവർ ജനിച്ചതും വളർന്നതും നിങ്ങൾ അവരെ വളർത്തിയതും? ലോകം പറഞ്ഞു തരുന്നു നശിക്കാൻ വേണ്ടി മക്കളെ വളർത്തിയ തള്ള. ആ പിള്ളേർ ജനിച്ചത് തന്നെ നശിക്കാൻ വേണ്ടിയാ. അത് പിശാചിൻ്റെ ഏജന്റുമാർ പറയുന്ന വാക്കുകളാണ്. അത് നീ കേൾക്കരുതേ. അവർ നശിക്കുവാൻ വേണ്ടിയല്ല ജനിച്ചത്, നശിക്കുവാൻ വേണ്ടിയല്ല വളർന്നത്, നശിക്കുവാൻ വേണ്ടിയല്ല പഠിച്ചത്. നീ അവരെ ജനിപ്പിച്ചതും അവരെ വളർത്തിയതും അവർക്ക് വേണ്ടി നിന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചതും അവർ നശിക്കുവാൻ വേണ്ടിയല്ല. പക്ഷേ
സാഹചര്യം അവരെ നാശത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. യെസ്, അതെ, ആ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റി ആ നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്റെ തലമുറകളെ തിരികെ കയറ്റുവാൻ പോവുകയാണ്. നിന്ദയായി മാറിയിരിക്കുന്നു. അതേ, തലമുറകളുടെ ജീവിതം നിന്ദയായി മാറിയിരിക്കുന്നു, അപമാനിക്കപ്പെടുന്നു. കണ്ണുനീരാ. ആ കണ്ണുനീരിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോവുക. ആ നിന്ദയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെ, അതേ സാഹചര്യങ്ങളെ, ചില കൂട്ടുകെട്ടുകളെ എൻ്റെ കർത്താവ് മാറ്റുകയാണ്. നിന്ദയ്ക്ക് കാരണമായ തൊഴിലില്ലായ്മയെ എൻ്റെ കർത്താവ് പരിഹരിക്കുക. യെസ്, നിന്റെ തലമുറകൾ ജോലിക്കാരായി മാറുവാൻ പോവുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതാ ഈ ദിവസങ്ങളിലെ നിന്റെ പ്രാർത്ഥന. അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പമുള്ള ജോലി കിട്ടുന്നില്ല, അവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല. അവരുടെ ഏറ്റവും വലിയ പരാതി അതാ. അവർ നിന്നെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ, നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എന്തു തന്നു, ഞങ്ങൾക്ക് എന്തു തന്നു? ആമേൻ. അവരുടെ വേദനയിൽ നിന്ന് ചോദിക്കുന്നത്, അവരുടെ കുറവുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ അത് വിടാം. എങ്കിലും അവരുടെ ചോദ്യങ്ങൾ ഒരു പരിധിവരെ ആ ചോദ്യങ്ങൾ ശരിയാണ്. ശരിയായ ചോദ്യത്തിന് ശരിയായ ഉത്തരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അതെ, ആ സാഹചര്യങ്ങൾ മാറുക. ഒന്നും ശരിയാകാത്ത ആ സാഹചര്യങ്ങളെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. താങ്ക് ഗോഡ്. ആമേൻ. നിന്ദയായി മാറുവാൻ ഇടയായ രോഗമെന്ന സാഹചര്യത്തെ കർത്താവ് മാറ്റുകയാണ്. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, മക്കളെ, ആ രോഗമെന്ന സാഹചര്യം മാറുകയാണ്. നിന്നെ തലകുനിപ്പിക്കുന്ന, നിന്നെ നിന്ദയാക്കി മാറ്റുന്ന അതേ ആ സാഹചര്യം തന്നെ കടമെന്ന സാഹചര്യം. അയ്യോ, നിന്ദയ, അപമാനമോ, പരിഹാസമോ, അയ്യോ, ആ സാഹചര്യത്തെ തന്നെ ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നിന്ന് ആ സാഹചര്യം മാറിപ്പോവുക. തലകുനിഞ്ഞ് മറുപടി പറയുവാൻ കഴിയാതെ നിൽക്കുന്ന ആ സാഹചര്യം മാറിപ്പോവുക. അപ്പോൾ നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 2-3 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. യോസേഫിന്റെ സഹോദരന്മാർ 10 പേർ മിസ്രയീമിൽ ധാന്യം കൊള്ളുവാൻ പോയി. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ബൈബിൾ സംശയലേശമെന്നെ അത് ഉറപ്പിക്കുന്നു. വായിച്ചിട്ടുള്ള വിശ്വാസികളായ നിങ്ങൾക്ക് അതറിയാം. അതേ, നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതി. എങ്കിലും എൻ്റെ ജീവിതത്തിൽ മാത്രം അനീതി, അല്ലേ? ആദ്യത്തെ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഉപദ്രവിച്ചവരും നിന്ദിച്ചവരും പരിഹസിച്ചവരും അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ജോലി സ്ഥലത്ത് അവർ സന്തോഷമായിരിക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ല. വീട്ടിനകത്ത് അവരവിടെ സന്തോഷമായിരിക്കുന്നു. ഞാനിതാ പെരുവഴിയിലായി ഓടി അലഞ്ഞു നടക്കുന്നു, നിന്നയും പരിഹാസവും. സ്കൂളിൽ, കോളേജിൽ, എവിടെയും ഉപദ്രവിച്ചവരും പരിഹസിച്ചവരും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്ത് നീതി, പിന്നെ എന്ത് ന്യായം, അല്ലേ? ദൈവത്തിൽ നിന്ന് എങ്ങനെയാ ആ നീതിയും ന്യായവും കിട്ടുന്നത്? ഇതേ ചോദ്യം നമുക്ക് മുമ്പേ ചോദിക്കുവാൻ യോഗ്യനായ ഒരുവൻ, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോൾ അവനെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തൻ്റെ സഹോദരങ്ങൾ തന്നെ മരിക്കുവാനായി പൊട്ടക്കുഴിയിൽ ഇട്ടുകളഞ്ഞു. അയ്യോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല. യോസേഫിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ യോസേഫിൻ്റെ ചരിത്രം നിങ്ങൾക്ക് വളരെ മനോഹരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പൻ്റെ പ്രിയ മകനാണ്, സഹോദരന്മാരുടെ നന്മ മാത്രം കാംക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരുടെ ജീവിതത്തിൽ വീഴ്ച വന്നപ്പോൾ അത് അപ്പനോട് പറയുവാൻ അവർ തയ്യാറായത്. ചില കുറവുകളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുറവുകളെ ചിലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹിക്കുന്നവർ മാത്രമേ നിങ്ങളുടെ കുറവുകളെ പുറത്ത് പറയത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കുറവുകൾ ഉണ്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തത്തുള്ളൂ. അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. മാതാപിതാക്കൾ മക്കളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മക്കളെ നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങളുടെ നന്മയ്ക്കാണ്, നിങ്ങൾ നന്നായി വളരുവാനാണ്. അതെ, ചില കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവിധത്തിൽ സഹോദരന്മാരുടെ നന്മ കാംക്ഷിച്ചവൻ ഏതെങ്കിലും ഒരു തെറ്റ് അവൻ്റെ ജീവിതത്തിൽ ഉള്ളതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ദൈവദാസനെ വേദപുസ്തകം അവനെ വെള്ള പൂശിയതായിരിക്കും, യോസേഫിനെ നല്ലവനെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയാ നന്മ. അതേ, ഒരു മനുഷ്യൻ്റെ നന്മ വെളിപ്പെടുത്തുന്നതിനൊപ്പം അവൻ്റെ ജീവിതത്തിലെ അവൻ മറക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മോശം കാര്യങ്ങളെയും ഏറ്റവും മോശം നാളുകളെയും മടികൂടാതെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. അതേ, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേരുകൊണ്ട ദാവീദിനെ
അവൻ്റെ നല്ല പ്രവൃത്തികളെ വരച്ചു കാട്ടുന്നതിനൊപ്പം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കാര്യങ്ങളെയും മറച്ചു വയ്ക്കാതെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഭക്തന്മാർ ഒത്തിരി പേർ അവരുടെ ജീവിതത്തിൽ നല്ലതുണ്ട്. വേദപുസ്തകത്തിൽ അത് നല്ലതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തെറ്റുണ്ട്, അതും അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ തിരിച്ചറിയുവാനും ശരിയായ വഴിയിൽ നടക്കുവാനും വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊന്നുമില്ലാത്തവൻ, എന്നാൽ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ പൊട്ടക്കുഴിയിൽ ഇട്ട് കളയുന്നു. ചിലത് നന്മയായി ചെയ്യുന്നത് കൊണ്ട് അല്ലേ? അതല്ലേ ആർക്കും കണ്ടുകൂടാ. അതായത് സഹോദരി നിന്നെക്കുറിച്ചാ, അയ്യോ, പല സഹോദരിമാരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പം പറയുന്ന ഒരു കാര്യമാണ്, ദേവദാസന് എൻ്റെ കാര്യമല്ല, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ കുടുംബം, അയ്യോ, അവർക്ക് അതേക്കുറിച്ച് പറയാനേ ഉള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കര അമ്മേൻ സംസാരിച്ച് വരുമ്പോഴാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ വെളിപ്പെടുത്തും. അങ്ങോട്ട് ചോദിക്കും, സഹോദരി ഇപ്പോൾ അവർക്കൊക്കെ സഹോദരി എങ്ങനെയാണ്? അയ്യോ പറയേണ്ട ദേവദാസനെ, എന്നെ കണ്ടുകൂടാ. നല്ലത് ആഗ്രഹിക്കുന്നവരെ പലർക്കും കണ്ടുകൂടാ. അവർക്കൊപ്പം നിന്ന് അവരുടെ കുറവുകൾക്കൊക്കെ വളം വെച്ച് കൊടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. കണ്ടുകൂടാതെ ആയതേ നിന്നിലുള്ള നന്മ കൊണ്ടാ. തിന്മ ചെയ്യുന്നവർക്ക് നന്മയുള്ള നിന്നെ ഇഷ്ടമില്ല. പക്ഷേ നന്മ മാത്രം ചെയ്യുന്ന ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. ഈ ലോകം നിന്നെ പകയ്ക്കുമ്പോൾ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, അത് സഹോദരങ്ങളാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, തിരിച്ചറിയ നിന്നിലുള്ള നന്മ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. തിന്മ ചെയ്യുന്നവരെ നന്മ ഭയപ്പെടുത്തും. നന്മ ചെയ്യുന്ന ദൈവം നന്മ ചെയ്യുന്നവരെ ചേർത്ത് നിർത്തും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും നിരാശയും വേദനയും നിന്ദയും മാറും. ആമേൻ. അതുകൊണ്ടാ നിന്ദിച്ച് ഉപദ്രവിച്ച് ഓടിക്കുന്നവരെ നമുക്ക് സങ്കടം വരുമ്പോൾ പറയില്ലേ, എന്നാൽ ഇവരെയൊക്കെ അങ്ങ് വളർത്തണമല്ലോ കർത്താവ്, അല്ലേ? എന്തിനാ വളർത്തണത്? അത് പറയാൻ ചുമ്മാ വളർത്തുകയല്ല. അമ്മേൻ. അങ്ങനെ അവരെ നശിപ്പിച്ച് നിന്നെ മാത്രം അതല്ലെന്നേ. ദൈവം അവരെ നിലനിർത്തുന്നുണ്ടെങ്കിൽ, ദൈവം അവരെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, നോക്കിയേ ഈ ചെക്കനെ, യോസേഫിനെ മരിക്കുവാനായി പൊട്ടക്കുഴിയിൽ ഇട്ട് കളയുന്നവർ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ മരിക്കാതിരിക്കാനായി ഇവന്റെ അടുക്കലേക്ക് വരിക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, മരിക്കുവാനായി പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞവന്റെ അടുത്തേക്ക്, അവനെ മരിപ്പിക്കുവാൻ പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞ അവന്റെ പ്രിയ സഹോദരന്മാർ മരിക്കാതിരിക്കുവാൻ കടന്നു വരിക. ആമേൻ. അതിന് തക്കവണ്ണം മരിക്കുവാൻ ഇട്ടുകളഞ്ഞ സഹോദരങ്ങൾ മരിക്കാതിരിക്കുവാൻ അവർക്ക് വേണ്ടത് നൽകുവാൻ തക്കവണ്ണം യോസേഫിനെ വളർത്തിയ ദൈവം. താങ്ക് ഗോഡ്. ദൂത, സഹോദര, സഹോദരി, നിന്നെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന ചിലരെ മരിക്കാതിരിക്കുവാൻ തക്കവണ്ണം കൈത്താങ്ങുവാൻ അതിനൊത്തവണ്ണം നിന്നെ വളർത്തുന്ന ദൈവം. അതേ, നിന്നെ പലതും പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞ, നിന്നെ അപമാനിച്ച, നിന്ദിച്ച, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ കൊല്ലുവാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവർ, അതേ, അവർക്ക് കൈത്താങ്ങാകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ വളർത്തുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലി സ്ഥലത്ത് തന്നെ കർത്താവ് നിന്നെ വളർത്തും. ആമേൻ. അതുകൊണ്ടാ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, അവൻ്റെ കൊമ്പുകൾ മതിലിന് മീതെ പടരുന്നു. ഈ സഹോദരന്മാർക്ക് അവൻ്റെ ഫലപ്രാപ്തിയെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തേയില്ല. അവർ ശ്രമിച്ചു. സ്തോത്രം. പക്ഷേ അവരുടെ ശ്രമം പരാജയപ്പെടുന്നില്ല. കാരണം യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷമാണ്. അവൻ ഏത് മതിലിന് മുകളിലും പടരും. അതേ സഹോദര, സഹോദരി, നീ ഏത് മതിലിന് മുകളിലും പടരും. ആമേൻ. അവരെ സഹായിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ വളർത്തും. അപ്പോൾ നീ ചിന്തിക്കും, ദൈവദാസനെ, എന്നെ ഉപദ്രവിക്കുന്നവരും എന്നെ നിന്ദിക്കുന്നവരും എന്നെ പരിഹസിക്കുന്നവരും ഒക്കെ വലിയ 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 ആൾക്കാരാ. അതെ, അത് തന്നെയാണ് നിന്നോട് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് പറയുവാനുമുള്ളത്. ആ വലിയവരെക്കാൾ നിന്നെ വലിയവനാക്കുന്ന വലിയവനായൊരു ദൈവം നിനക്കുണ്ട്. അതെ,
ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആയിരിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങി തിരിച്ചതുകൊണ്ട്, ലോകത്തിലേക്ക് നോക്കാതെ ആ ദൈവത്തിലേക്ക് നീ നോക്കിയത് കൊണ്ട് അവൻ നിന്നെ വലിയവനാക്കും. വലിയവരായ നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒഴിവാക്കി കളയുകയും ചെയ്തവരെക്കാൾ എൻ്റെ ദൈവം നിന്നെ വലിയവനാക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്നെ എൻ്റെ കർത്താവ് വലിയവനാക്കുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തും. ഇന്നത്തെ സാഹചര്യങ്ങളെ, അതാ തുടക്കത്തിൽ പറഞ്ഞേ, ഇന്നത്തെ നിന്റെ സാഹചര്യങ്ങളെ കർത്താവ് നീ വളരുവാൻ തക്കവണ്ണം മാറ്റും. ഓ സ്തോത്രം. മിസ്രയീമിൽ യോസേഫ് എവിടെ ആയിരിക്കുന്നേ? 40-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ 41-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും കാണുവാൻ കഴിയുന്നു. മിസ്രയീമിൽ അവൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. കാരാഗ്രഹത്തിൽ എന്ത് വളർച്ചയാണുള്ളത്? എങ്ങനെ വളരുവാൻ കഴിയും? അയ്യോ, കാരാഗ്രഹത്തിലെ സാഹചര്യം വളർച്ചയ്ക്ക് ഉതകുന്നതല്ല. അതല്ലേ നിങ്ങളായിരിക്കുന്ന സാഹചര്യം വളരുവാൻ പറ്റിയതല്ല, അറിയാമല്ലോ. പക്ഷേ ദൈവം ആ കാരാഗ്രഹത്തിന്റെ സ്ഥാനത്തെ മാറ്റും. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, കാരാഗ്രഹത്തിനകത്ത് യോസേഫ് ആയിരിക്കുകയാണ്. ദൈവം ആ കാരാഗ്രഹത്തിന്റെ ആ ചുമരുകളെ മാറ്റി, ആ ഫ്ലോറിനെ മാറ്റി, ആ മേൽക്കൂരയെ മാറ്റി. പിന്നെ എന്ത് ചെയ്തു? കൊട്ടാരത്തിന്റെ ഫ്ലോർ അവിടെ കൊണ്ടുവച്ചു, കൊട്ടാരത്തിന്റെ ചുമരുകൾ വെച്ചു, കൊട്ടാരത്തിന്റെ വാതിലുകൾ വെച്ചു, കൊട്ടാരത്തിന്റെ മേൽക്കൂര വെച്ചു. കുഴലൂതുവാൻ മുൻപിൽ ആൾക്കാരെ നിർത്തി, വെഞ്ചാമരം വീശുവാൻ അകത്ത് ആൾക്കാരെ നിർത്തി. അതേ യോസേഫിന് വേണ്ടി സംസാരിക്കുവാൻ ഒരു രാജാവിനെ അവിടെ കൊണ്ടുവന്നു. അവൻ ഇരിക്കുവാൻ ഒരു കസേര ഒരുക്കി. ആ കസേരയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇവൻ മിസ്രയീമിലെ പ്രധാനമന്ത്രി. സാഹചര്യത്തെ ദൈവം മാറ്റും. നീ കണ്ണടച്ചു തുറക്കുമ്പോൾ നിന്റെ സാഹചര്യത്തെ, അതേ എൻ്റെ കർത്താവ് മാറ്റും. വളരുവാൻ തക്കവണ്ണം നിന്റെ സാഹചര്യത്തെ എൻ്റെ കർത്താവ് മാറ്റും. നിന്നെ ഓടിച്ചവർ നിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ തക്കവണ്ണോ, താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സാഹചര്യത്തെ കർത്താവ് മാറ്റും. സഹോദരി, ആ സാഹചര്യത്തെ കർത്താവ് മാറ്റും. നിന്നയ്ക്ക് കാരണമായ ആ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. അയ്യോ ദൈവദാസനെ, അതൊക്കെ നടക്കുമോ? എനിക്കറിയത്തില്ല. നിങ്ങളിങ്ങനെ ലോകത്തിലെ മനുഷ്യരെ പോലെ നടക്കുമോ ഓടുമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലേക്ക് നോക്ക്. ലോകത്തിലേക്ക് നോക്കല്ലേ, വേദപുസ്തകത്തിലേക്ക് നോക്കി. എൻ്റെ ദൈവത്തിന് കഴിയും. ഓ ആമേൻ, എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അതെ നടക്കത്തില്ല, പറ്റത്തില്ല, അതിനെയൊക്കെ നടത്തുമാറാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിങ്കിലേക്ക് നോക്ക്, അവങ്കിലേക്ക് ചേർന്ന് നിൽക്ക്. സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. ചില ഇല്ലായ്മകൾ, നിന്നയ്ക്കും കണ്ണുനീരിനും കാരണമായ ചില ഇല്ലായ്മകളെ തന്നെ കൊറോണയ്ക്ക് മുമ്പ് മുതൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തത്, ഇന്നും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരിയുണ്ട്. ആ സഹോദരി വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭർത്തൃഭവനത്തിലേക്ക് വന്ന് കയറിയ നാളുകൾ മുതലാണ് പ്രൈസർ ഫാമിലിയുമായി പ്രാർത്ഥനാ ബന്ധമുള്ളത്. അവിടെ പ്രാർത്ഥനാ വിഷയം ഇതാണ് വിളിച്ച നാളുകളിൽ പറഞ്ഞത്. പ്രിയ സഹോദരി ഒരു BSc നേഴ്സാണ്. വിവാഹം കഴിച്ചു. നല്ല ഇഷ്ടപ്പെട്ടു കഴിച്ച വിവാഹം. കാരണം അവളുടെ ആഗ്രഹം, അവൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ഭർത്താവിനെ കിട്ടി. അതുകൊണ്ട് ജോലിക്ക് വിദേശത്തൊക്കെ, BSc നേഴ്സിനൊക്കെ അറിയാമല്ലോ, വിദേശത്താണ് സ്കോപ്പ്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞത്, എനിക്ക് വിദേശത്തൊന്നും പോകുവാൻ ആഗ്രഹമില്ലായിരുന്നു ദൈവദാസനെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭർത്താവ്, നല്ല ചുറ്റുപാട്, എനിക്ക് എൻ്റെ ഭർത്താവിനൊപ്പം താമസിക്കണം. അതുകൊണ്ട് തൊട്ടടുത്തെവിടെയെങ്കിലും ചെറിയൊരു ഹോസ്പിറ്റലിൽ ചെറിയ ശമ്പളത്തിൽ എനിക്ക് ജോലി ചെയ്താൽ മതി. ഭർത്താവിനൊപ്പം ജീവിക്കുവാനുള്ള ആഗ്രഹം അത്രമാത്രം ഇഷ്ടപ്പെട്ട് കിട്ടി. എന്നാൽ ഇഷ്ടപ്പെട്ട് ചെന്ന് കയറിയ സ്ഥലത്ത് കഷ്ടം മാത്രമായിരുന്നു ആ സഹോദരിക്ക് കിട്ടിയത്. എന്നും അപമാനം, നിന്ന, കുറ്റം പറച്ചിൽ, പഴി പറച്ചിൽ, അയ്യോ ഉപദ്രവം, കൈ നീട്ടുക കൂടെ ചെയ്തു. ഭർത്താവല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർ. ഇതെന്ത് പറഞ്ഞാലും ഭാര്യ പറയുന്നത് കേൾക്കത്തേയില്ല. അമ്മയും അപ്പനും പറയുന്നതല്ലാതെ പിന്നെ ഇവരൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്നത് അറിയത്തില്ല. അങ്ങനെ കുറേ എണ്ണം. അയ്യോ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിവാഹം കഴിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അതിനായി മുൻപോട്ട് പോകുക. വിവാഹം കഴിഞ്ഞിട്ടും പിന്നെയും അമ്മയും അപ്പനും സഹോദരങ്ങളും പറയുന്നതേ കേൾക്കുമെന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങി പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണുനീർ നിങ്ങളുടെ ഭവനത്തിനകത്ത് വീഴ്ത്തരുതേ. അത് നിങ്ങൾക്ക് ശാപമായി മാറും. അതൊരു പെൺകുട്ടിയുടെ കണ്ണുനീർ മാത്രമല്ല, അവൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. ആ കണ്ണുനീർ നിങ്ങളെ വേഗിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി നിൽക്കരുതേ. സഹോദരിമാരോടും കൂടെ ഭർത്താവിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുത്. ഇന്നത്തെ ലോകം ഒറ്റയ്ക്കൊക്കെ ജീവിക്കുവാൻ പറ്റുന്ന ലോകം തന്നെയാണ്. അതിന് പ്രാപ്തിയുള്ളവർക്ക് അങ്ങനെ ജീവിക്കുവാൻ ശ്രമിക്കുക. അപ്പം നോക്കിയേ, ഈ സഹോദരി അവരെന്തനുഭവിച്ച് ആ കഷ്ടതയെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞാലും കേൾക്കത്തില്ല. അവസാനം
ആ വീട്ടുകാർ അവരുടെ ഇഷ്ടം നിറവേറ്റി. ഈ സഹോദരി അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചു. അവരുടെയൊക്കെ ഒരു സന്തോഷം കാണുമായിരുന്നു. സഹോദരി വാരിക്കെട്ടി പോയപ്പോൾ അവൾ തന്നെ പറഞ്ഞതാ, ജയിച്ച ഭാവമായിരുന്നു ദൈവദാസനെ. ഇവർക്ക് എന്ത് ദ്രോഹം ഞാൻ ചെയ്തു എനിക്കറിയത്തില്ല. പുള്ളിക്കാരി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അത്രമാത്രം നിന്ദിച്ചു, ഉപദ്രവിച്ചു, അപമാനിച്ചു. കണ്ണുനീരോടെ സഹോദരി പറഞ്ഞു, എൻ്റെ ജീവിതം തകർന്നു ദൈവദാസനെ. ഞാൻ പറഞ്ഞു, ഇല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, അതേ സഹോദരി, ഇതൊരു തകർച്ചയല്ല. നീ ആ ഭവനത്തിലേക്ക് തന്നെ മടങ്ങി വരും. അത് നിന്റെ അവകാശമാണ്. നിന്നെ ആ ഭവനത്തിൽ എൻ്റെ കർത്താവ് കൊണ്ടുവന്നു എങ്കിൽ ഇറക്കി വിടുവാനല്ല, അത് നിന്റെ അവകാശമായി മാറുവാൻ. അവൾ സാഹചര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ കേട്ട വാക്കുകളെ വിശ്വസിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സഹോദരി ജോലിക്കായിട്ട് വിദേശത്തേക്ക് കടന്നുപോയി. നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊറോണ കടന്നു വന്നു. ഈ സഹോദരിയുടെ ഭർത്താവ് ബിസിനസ്സാണ്, ഒരു വലിയ സ്റ്റേഷനറി കട. ആ കട നമുക്കറിയാമല്ലോ, കൊറോണ വന്നു, കട പൂട്ടി, കടം കയറി, വീട്ടിന് ലോൺ ഉണ്ടായിരുന്നു, ലോൺ അടയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നു. അഭിമാനിയായ സഹോദരൻ മരിക്കും, ഞാനിനി ചത്തുകളയും, കടം കയറി എനിക്ക് ജീവിക്കണ്ട, നാട്ടുകാർ വീട്ടിൽ വന്നാൽ ഞാൻ ജീവിക്കത്തില്ല, കരച്ചിലും ബഹളവും. മോൻ ചത്തുകളയുമെന്ന് പറഞ്ഞപ്പോൾ മരുമകളെ ആട്ടി ഓടിക്കുവാൻ മെനക്കെട്ട അമ്മയ്ക്കും സഹോദരിമാർക്കും ഒക്കെ വേദന വച്ചു തുടങ്ങി. അയ്യോ, ഞങ്ങളുടെ മോൻ അവനെങ്ങാനും ചത്തു കളഞ്ഞാലോ. അപ്പോൾ വേദന എടുത്തു. മറ്റൊരു പെങ്കൊച്ച് വീട്ടിനകത്ത് കിടന്ന് കരഞ്ഞപ്പോൾ വേദന എടുക്കത്തില്ല. അപ്പോൾ വേദന എടുത്തു. ആ വേദനയുടെ ഫലം എന്താണെന്നറിയാമോ? ഇപ്പൊ ആ വീട്ടിലെ ലോൺ അടയ്ക്കുന്നത് സഹോദരിയാണ്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അത് അവളുടെ വീടായി മാറുകയാണ്. അതേ സഹോദരി, നീ ഉപദ്രവിക്കപ്പെടുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്ന ചില സ്ഥാനങ്ങൾ നിന്റേതായി മാറുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുകയാണ്. താങ്ക് ഗോഡ്. അത് നിന്റെ അവകാശമായി മാറുവാൻ പോകുകയാണ്. യെസ്, ആമേൻ. നീ ആട്ടി ഓടിക്കപ്പെടുന്നിടം നിന്റെ അവകാശമായി മാറുവാൻ പോകുക. ആ സ്കൂളിൽ കോളേജിൽ ആട്ടി ഓടിക്കപ്പെടുകയാ, ഓടിച്ചു വിടുക. എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നിർത്തുന്നില്ല, കാലൂന്നാൻ സമ്മതിക്കുന്നില്ല. സാഹചര്യം മാറുക, നിനക്കനുകൂലമായി സാഹചര്യം മാറുക. മാതാവേ, നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ മാറുക. ആ നിന്ദയുടെ അനുഭവം മാറുവാൻ, പരിഹാസത്തിൻ്റെ അനുഭവം മാറുവാൻ സാഹചര്യങ്ങൾ മാറുക, വഴി തുറക്കപ്പെടുക. ചില വഴികൾ തുറക്കപ്പെടുന്നില്ല, അതാണ് നിന്ദയ്ക്ക് കാരണം. പഠനത്തിനൊത്തവണ്ണമുള്ള ജോലി കിട്ടുന്നില്ല, ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, ആ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നില്ല. അതെ, നിന്ദയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുക. ശുശ്രൂഷക, നിന്റെ ശുശ്രൂഷ താഴേക്ക് പോകുവാൻ കാരണമായിരിക്കുന്ന ആ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുക. ചിലരെ കർത്താവ് മാറ്റുക, നിനക്കൊപ്പം നിൽക്കുവാൻ. ആമേൻ. ആ ബിസിനസ് മേഖല നിനക്ക് അനുഗ്രഹമായി മാറുവാൻ സാഹചര്യത്തെ കർത്താവ് മാറ്റുക. ലാഭമില്ലാത്ത സാഹചര്യത്തെ, കടത്തിനുമേൽ കടം കയറുന്ന സാഹചര്യത്തെ എൻ്റെ കർത്താവ് മാറ്റുക. ആ സാഹചര്യത്തെ മാറ്റിയപ്പോൾ നിന്ദിച്ചൊതുക്കിയവരൊക്കെ ആമേൻ യോസേഫിൻ്റെ അടുക്കൽ ജീവിക്കുവാൻ വേണ്ടി വന്നു. ആമേൻ. ജീവിക്കുവാൻ വേണ്ടി യോസേഫിൻ്റെ അടുക്കലേക്ക് വരിക. ചിലർ നിങ്ങളെ ഉപദ്രവിക്കുന്ന, അതെവിടെയും ആകട്ടെ പ്രിയരെ, നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ പരിമിതികളെയും ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, നിങ്ങളെ നിന്ദിക്കുന്നവർ, അവരുടെ നിന്ന മാറുവാൻ, അവരുടെ അപമാനം മാറുവാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പോവുക. യോസേഫിൻ്റെ അടുക്കൽ വരിക. ഞാൻ ഇങ്ങനെ പറയുവാൻ ഇഷ്ടപ്പെടുക. ഈ യോസേഫിനെ എങ്ങനെയാ ഈ സഹോദരന്മാരുടെ അടുത്ത് പൊട്ടക്കുഴിയിലിട്ടതെന്നറിയാമോ? അവൻ്റെ അങ്കി, അപ്പൻ കൊടുത്ത വിലയേറിയ അങ്കി ഊരിയെടുത്ത്, എന്ന് പറഞ്ഞാൽ അവൻ്റെ തുണി ഉരിഞ്ഞ് അവനെ പൊട്ടക്കിണറിനകത്തിട്ടു. അവനെ ആ പൊട്ടക്കിണറിനകത്തു നിന്ന് കരയ്ക്ക് കയറ്റി അടിമ വ്യാപാരികൾക്ക് വിറ്റപ്പോഴും അവന് വസ്ത്രമില്ലായിരുന്നു. നോക്കിയേ ആ പോക്ക്. തുടർന്ന് പോത്തിഫോറിൻ്റെ ഭവനത്തിൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റ് ചെയ്യത്തില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി പോത്തിഫോറയുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയപ്പോഴും അവൻ്റെ പക്കൽ വസ്ത്രമില്ലായിരുന്നു. വസ്ത്രമില്ല, നിന്ന അപമാനം. അയ്യോ, നിന്നയും അപമാനം, വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ നിന്നയിലേക്ക് തള്ളിവിട്ടവർ. യാക്കോബിൻ്റെ ഇളയ മകൻ, 11 സഹോദരന്മാരുടെ ഇളയ സഹോദരൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ ഒരു ഗമ. നമ്മുടെ ഇവിടെയൊക്കെ ഒരു 5-6 വയസ്സിന് ഡിഫറൻസ് ഉള്ള
അനിയൻ ചെക്കന്മാരൊക്കെ രാജാക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്, നല്ല ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ അല്ലേ? അതൊരു ഗമയാണ്, അതൊരു സന്തോഷമാണ്. കരയേണ്ട, ആ സന്തോഷം നിനക്ക് തിരികെ കിട്ടുവാൻ പോകുകയാണ്. നിന്റെ സഹോദരങ്ങളുടെ പ്രിയ സഹോദരനായി, സഹോദരികളുടെ പ്രിയ സഹോദരിയായി മാറുവാൻ പറ്റുന്ന സാഹചര്യത്തെ നിന്റെ ജീവിതത്തിൽ കരയുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഒരുക്കി തരുവാൻ പോവുകയാണ്. ഓ, ആ ഗമയൊക്കെ നഷ്ടപ്പെട്ടു. അവന് വസ്ത്രം ഉരിഞ്ഞ് പൊട്ടക്കിണറിനകത്ത് ഇട്ട് കളഞ്ഞവർ ചാക്കുമായി അവന്റെ മുമ്പിൽ നിൽക്കുക. ഓ സ്തോത്രം, നമ്മുടെ ദൈവം എത്ര വലിയവനാ, ഒന്ന് നോക്കിയേ. ആമേൻ. അന്ന് അവനിട്ടിരുന്ന വസ്ത്രം ഈ സഹോദരന്മാരുടെ കയ്യിലാണ്, അവന് വസ്ത്രമില്ല. ഇന്ന് ചാക്കുമായിട്ട് സഹോദരന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനിട്ടിരിക്കുന്ന വസ്ത്രമോ, അവന്റെ മാന്യതയോ, അവന്റെ സ്ഥാനമോ, നിന്നോടുള്ള ദൂത. ചിലരെ നിന്റെ മുമ്പിൽ കർത്താവ് നിർത്തും. അവൻ നീതിയുള്ള ന്യായാധിപതിയാ. അവൻ നിന്റെ മുമ്പിൽ നിർത്തും. ചിലർ നിന്ദിക്കപ്പെടാതിരിക്കുവാൻ, ചിലർ മരണപ്പെട്ടു പോകാതിരിക്കുവാൻ, ചിലരുടെ ജീവിതം നീട്ടിക്കിട്ടുവാൻ. അതേ, നീ ഉണ്ടെങ്കിലേ അതിന് കഴിയത്തുള്ളൂ എന്ന് പറയും വിധത്തിൽ നിന്റെ മുമ്പിൽ ചിലരെ എൻ്റെ കർത്താവ് നിർത്തും. അതിന് തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ വളർത്തും. ആമേൻ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചേർന്ന് നിൽക്ക്. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വരുന്നു. അനുഗ്രഹ ബാങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേ, കർത്താവ് നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും. ചിലർ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുവാൻ, കൈനീട്ടുവാൻ തക്കവണ്ണം, അതേന്നേ ആ കരങ്ങളിൽ പിടിച്ചുയർത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങൾ ദൈവം ശക്തിയുള്ളതാക്കി തീർക്കും. എന്നാൽ കണ്ണടച്ചോ, ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകൽക്കാലം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികളായവർ, വാഗ്ദത്തം ചെയ്യപ്പെട്ട സൗഖ്യം ഇപ്പോൾ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. വേഗത്തിലോടുന്ന വചനം അയച്ച് ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ. രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ആർത്രൈറ്റീസും മാറിപ്പോകുവാൻ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ തലവേദനകളും, രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള തലവേദനകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സകല രോഗം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത നിലയിൽ ബലഹീനരായ ചിലർ, പൈശാചികമായ ബാധിപ്പുകൾ, ഉറക്കമില്ലായ്മ, ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല, ഭയം, യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. രോഗാത്മാക്കൾ പുറത്തു പോകട്ടെ. ബാധ ഒഴിഞ്ഞ് ഇവർ സ്വസ്ഥമാകുന്ന കൃപയ്ക്കായി. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഇവർക്കങ്ങ് ജോലി നൽകി അനുഗ്രഹിച്ചാട്ടെ. ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ചിലതില്ലാത്തത് കൊണ്ട് ഇവരെ നിന്ദിച്ച് അപമാനിച്ചവരുടെ മുൻപിൽ അവർക്ക് അനുഗ്രഹമായി ഇവർ മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾക്കായി കാത്തിരിക്കുന്നവർ ലെറ്ററുകൾ കിട്ടട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി കിട്ടുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. കവർന്നെടുക്കപ്പെട്ടത് തിരികെ വരട്ടെ. പ്രാർത്ഥിക്ക്. കവർന്നെടുക്കപ്പെട്ടത് അത് തിരികെ വരട്ടെ. നിങ്ങളുടെ അധ്വാന ഫലം അത് തിരികെ വരട്ടെ. നിങ്ങളുടെ ഓഹരികൾ തിരികെ വരട്ടെ. എല്ലാ ബാധ്യതകളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശ കടങ്ങൾ മാറട്ടെ. ദിവസങ്ങളിൽ പലിശ കൊടുക്കുവാൻ, വാങ്ങിച്ച മുതൽ കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ ജപ്തി നോട്ടീസുകൾ മാറിപ്പോവുക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചേ. മക്കളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചേ. അവർ വളരുക, ഒലിവിൻ തൈകളെ പോലെ. ആ ഭവനത്തിനകത്തുനിന്ന് പുറത്തു വരിക. ഭയം ഒതുങ്ങിയിരിക്കുന്ന ഉത്കണ്ഠ, സ്തോത്രം, അമേൻ, വല്ലാത്തൊരവസ്ഥയിലാണ് മക്കൾ. പുറത്തു വരിക. ആ ബന്ധനം അഴിയുക. തലമുറകളുടെ ഭാവിയെ കെട്ടിബന്ധിച്ച ബന്ധനം യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. വിവാഹം നടക്കുവാൻ പോവുക. അഡ്മിഷനുകൾ കിട്ടുക. അവരുടെ ഭാവി അനുഗ്രഹമായി മാറുവാൻ പോകുക. താങ്ക് ഗോഡ്. അവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്നാട്ടെ. അവിടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ചാട്ടെ. എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ. OET, MOH അതുപോലുള്ള മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഏറ്റവും നല്ലതും പുതിയതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. താങ്ക് ഗോഡ്. അമ്മേൻ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്ദയ്ക്ക് കാരണമായ സ്ഥാപനങ്ങൾ, കടം വാങ്ങിച്ച് നിന്ദയ്ക്ക് കാരണമായ സ്ഥാപനങ്ങൾ ലാഭത്തിൽ വരട്ടെ. അമ്മേൻ. വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ. അനുഗ്രഹീതമായ ഭവനങ്ങൾ പണിത് ദേശത്തിൽ പാർത്ത് ദൈവത്തിൻ്റെ നാമം ഉയർത്തട്ടെ. എല്ലാ വാടക വീടുകളെന്ന നിരാശയും മാറിപ്പോകട്ടെ.
ആമേൻ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്ന മാറി മാന്യത ഉണ്ടാകുന്ന ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ അങ്ങ് സമ്മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.